ബാബു വെള്ളം അടിപ്പിക്കണം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേ ക്രൂയിസാ പറഞ്ഞിരിക്കുന്നേ, നിന്റെ വാചകത്തിൽ ഓവർനെറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ, only 500 meters from here. Our houseboat is waiting. That's good. Please. നമസ്തേ, വെൽക്കം. വാ, come on. വൽദാലി ജരു വൽദാലി. അങ്ങനെ മിടുക്കി. Come on മിടുക്ക. അങ്ങനെ കേറ്. അവിടെ ഇരി. Sit down. പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയതാ. ഇത് എന്റെ ആങ്ങളെയാ. അറിയാം. ഹലോ. ലിസ് ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഗോപനൊരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവോ? കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലെ ആ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലം എല്ലാം വിറ്റത്. ഇക്കണക്കിന് പോയ കുര്യച്ചൻ അതും. പോട്ടെ ഗോപ. ഓ എന്നാ ശരി. ശരി. ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? നിന്നോടോ? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം, എനിക്കൊരു ദേഷ്യവും വരില്ല. പറയട്ടെ? പറയടാ കുട്ടാ. അമ്മ വരണ്ട. ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ മതിയല്ലോ. മേക്കപ്പ് ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ? മോന്തിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ലടി മോളെ. ഓ, ഇനി എന്നാ ടച്ചപ്പ് ചെയ്യാനാ? ഇതൊക്കെ മതി. ഗോപേട്ടാ, വെള്ളം എടുക്ക. വരും. ഒന്ന് പിടിക്കണ്ട, ഞാനും സൂക്ഷിച്ച്. അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ, വരുമ്പോ വിളിക്കാം. അമ്മക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെങ്കിൽ വിമലേച്ചിയെ കൂട്ടി വിളിച്ചോ കേട്ടോ. അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. മോട്ടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കാലോ. എന്താ രേമേ, പെട്ടി നോക്കി പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ? പോയിട്ട് വന്നതാ. ഇറങ്ങട്ടോ. ഇറങ്ങ്. മോള് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആഹാ. പുറത്തേക്കാതെ അകത്തോട്ട് കയറാൻ എളുപ്പം. ആരെങ്കിലും കാണും. കുറെ നാളായി. വാടാ, നിന്നെ ഇന്ന് ഞാൻ വിഘ്നം വെച്ച് നടക്കുക. മൊട്ടത്തലേ, കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. എന്നാ? ബാങ്കിൽ നിന്ന് ഹൗസ് ബോട്ടിന്റെ ജപ്തി നോട്ടീസാ. ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ എന്നും കരുതിയാ തരാതിരുന്നത്. അതേതായാലും നന്നായി. 1,37,000 രൂപ 21-ാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി. ഗുഡ്. നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഒലക്കേടെ മൂട്. കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ 3 എണ്ണത്തിനെയും തീറ്റിക്കാൻ. നീ ഇതൊക്കെ പറയുകയും ചെയ്യും, നീ തന്നെ കാശ് ചെലവാക്കുകയും ചെയ്യും. എൻ്റെ ജാതകദോഷം. അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതം കോഞ്ഞാട്ടായേ പറ്റൂ. നമുക്ക് ഈ അടുക്കള അങ്ങ് പൂട്ടിയാലോ? നല്ല ഐഡിയ. അവന്മാരെ വെറുതെ തള്ളേക്കൊല്ലികളാക്കണ്ട. പയറ് വശന്നാ അവരെന്തും ചെയ്യും. ചേട്ടന്മാരും ബോണ്ടന്മാരും. ഗോപ, ഗോപ, എന്താ ചക്കക്കൂട്ടം 3 എണ്ണം കൂടെ ചുക്കിച്ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ? നീ വന്നടാ, എന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞുതരാം. വാ. രാവിലെ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല. നിങ്ങളുടെ നേർച്ചമുട്ടനകത്തുണ്ടോ ഗോപ? എന്നാടാ രാവിലെ ഒഴുകി? കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. കിട്ടണ വിലയ്ക്ക് കൊടുക്കാനാ കപ്പ്യാര് പറയുന്നേ. ഇന്നെന്തായാലും കപ്പ്യാര് കൊടുക്കും. അതെന്താ ഇന്ന് കപ്പ്യാര് കൊടുക്കുന്ന ദിവസം? അതെ, അതിനുള്ള അലാറം ഇപ്പടിക്കും. ആണോ? എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് തൊള്ള കീറാതെ പോയത് പോയി. അമ്മയുടെ മക്കൾ എന്റെ കോഴിയെ കൊണ്ടുപോയി, എന്റെ താറാവിനെ കൊണ്ടുപോയി, പിന്നെ പാടിനെ കൊണ്ടുപോയി.
കോഴിയും താറാവിനെയും ഒക്കെ ചിലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമ്മേ. പക്ഷെ ആടിനെ വെളുപ്പാക്കാലത്ത് കൂട്ടിക്കിടന്ന് കരഞ്ഞ ആണാണ് അവന്മാരെല്ലാം നീ കുഴച്ചത് ചെയ്യത്തില്ല. എന്റെ മാതാവേ, ശോശാമ്മേ ഏക്കത്തില്ല. കേട്ടോലോ. ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആരുടെ തലയിൽ വീണിട്ടില്ല. അളത്തി എന്നതാ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ പള്ളിയിലെ മണി അടിച്ചോണ്ട് നടന്നു. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. ആ കാലം മറന്നപ്പോൾ ആടിനെ കൊണ്ടുപോയി. ഇന്നെന്തെങ്കിലും നടക്കും. ഒന്നും നടക്കില്ല. വായിച്ച് രസിക്കണല്ലേ? വായിച്ചോടാ, വായിച്ചോ. ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ. പരീക്ഷ അങ്ങ് പോലീസ് സ്റ്റേഷനില്ല. നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ. ആടിനെ കട്ടതിന് പോലീസ് പിടിച്ചെന്ന്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവടാ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്താ. നോക്കിക്കോ. കണ്ടോടോ ഞങ്ങൾ ആടിനെ മോഷിക്കുന്നത്? കണ്ടോടോ? കണ്ടില്ല. തന്റെ പെണ്ണുമ്പളക്ക് കഴുത്തിന് ചുറ്റി നാക്ക. അവര് നീട്ടി വിളിക്കാണ്ട് ഞങ്ങളെ മെക്കെട്ടുകാരോ. തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ ഇയാളെ ഞാൻ തല്ലിയല്ലോ. പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്താ ഇന്ന് പള്ളി കേറി വേറെ ആരെങ്കിലും പണിയടിക്കും. എന്തിന്? തന്റെ മരണം അറിയിക്കാൻ. വാടാ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. നീ ഇന്നെന്റെ ആ വീടും പറമ്പും വാങ്ങാൻ വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വിലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്ക്. എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാ. ധൈര്യമായിട്ട് നിൽക്ക. ഞാനേറ്റ് ഞങ്ങൾ എടുത്തോളാം. അവന്റെ ഒരു സ്ഥലം. ആരവര്? അവരാ വീടും പറമ്പും നോക്കാൻ വന്ന ആൾക്കാര്. അപ്പൊ അവരും എന്റെ വീടെടുക്കില്ലേ? അവരെന്നെ എടുക്കും. ഓടോ കരയാണ്ട്. ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ. അതുവരെ പെന്നാ ചെയ്യും. അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില്? പിടിച്ചു കുലുക്കുക, എടുക്കുക. ഏത് മരം? എടവേ SI ജോർജിന്റെ ഫോണുമായിട്ട് പോവുക, കാണിക്കുക, വരട്ടുക, ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക. ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ. ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ. രണ്ടെണ്ണം അടിച്ചേച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. വാ. ആശാനെ, വക്കീല് തകർക്കുവാണല്ലോ. നെഹ്റു ട്രോഫി എത്തി. നാളെ ബോർഡ് മീറ്റിംഗാ. അതിനു മുമ്പേ നമ്മൾ അശോകൻ വക്കീൽ ട്രയൽ തുടങ്ങി വെച്ചാ. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളം കളി പെരുന്നാള്. അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. നല്ല രസം പിടിച്ച് വരുമായിരുന്നു. വക്കീൽ നിർത്തിക്കളഞ്ഞു. ഇവളെങ്ങനെ ഇവിടെ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ? അയ്യോ ഞാനല്ല, ഗോപം പറഞ്ഞിട്ടാ. അവൻ തന്നെ പ്രശ്നം. എങ്ങോട്ടാ മാമച്ച ധൃതിയില്? നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു. കയറെടുക്കാൻ പോവാ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. അയ്യോ അയ്യോ മാമച്ച, 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 നെഞ്ചുവേദന. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. നെഞ്ചുവേദന നിനക്കാ? കുപ്പി കളഞ്ഞാ വരാം. അയ്യോ എന്നെ നെഞ്ചു വേദനിക്കണേ. അയ്യോ മാമച്ച, കടമ്പിയായിരിക്കും എന്നെ അടിക്കാൻ. ഞാനിപ്പോ ചത്തുപോയേ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ.